നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നൊരു യാത്രയല്ല, കോട്ടയത്താണ്. ലുലു മാളിൻ്റെ ഫ്രണ്ടായി കോട്ടയം വരെ വന്നതാണ്. ഹോസ്പിറ്റൽ കേസുമായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വന്നതാണ്. അതിരാവിലെയാണ്. അപ്പോൾ വെറുതെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഒരു വീഡിയോ പകർത്തിയതാണ്. കോട്ടയത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് പകർത്തിയെടുത്ത് നോക്കിയാൽ. രാവിലെ ആയതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവുണ്ട്. 6 മണിയായപ്പോൾ വിട്ടത് അവിടെ നിന്ന്. റോഡൊക്കെ നല്ല റോഡായതുകൊണ്ട് പെട്ടെന്ന് പോവുകയും വരികയും ചെയ്യാം. ഇത് തിരുവനന്തപുരമൊക്കെ പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. കോട്ടയം മെഡിക്കൽ കോളേജൊക്കെ ആകുമ്പോൾ എളുപ്പം പോയി വരാനും ഒക്കെ പറ്റിയ ഒരു ഇതാണ്. ഇതുകൊണ്ട് കോട്ടയത്തിൻ്റെ പ്രകൃതി ഭംഗി, മനോഹര കാഴ്ചകളുമൊക്കെയാണ്. അമ്പലച്ചുംബികളും വലിയ വലിയ ബിൽഡിങ്ങുകളാണ് കാണുന്നത്. രാവിലെ ആയതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവുണ്ട്. കടകളെല്ലാം തുറന്നു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം പിന്നെ സ്കൂൾ തുറന്നുകൊണ്ട് സ്കൂൾ വണ്ടിയുടെ കുറച്ച് തിരക്ക് വരും. 2 മാസമായിട്ട് അങ്ങനെ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നതുകൊണ്ട് സ്കൂൾ വണ്ടിയുടെ എന്നാൽ ഇത് കോട്ടയത്ത് ഈ റൗണ്ട് ഇതെന്തിനാണെന്ന് ഇതുവരെ നമുക്ക് പിടിയിട്ടിട്ടില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെക്കുറിച്ച് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണേ. ഈ റൗണ്ട് അത് നിന്ന് തുരുമ്പ് പിടിച്ച് നാശമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ആ റൗണ്ട് അവിടെ ചെയ്തേക്കുന്നതെന്ന് ഇതുവരെ എനിക്കൊരു പിടിയും കിട്ടിയിട്ടില്ല കേട്ടോ. ഒരുപാട് പ്രാവശ്യം വരികയും പോവുകയൊക്കെ ചെയ്യുമ്പോൾ എന്തിനാണ് അത് അങ്ങനെ ചെയ്തേക്കുന്നതെന്ന് ഒരു പിടിയില്ല. സോറി. അത് തുരുമ്പ് പിടിച്ച് പോകാറായി. ഒരുപാട് കാശ് ചിലവാക്കി ചെയ്തതാണ്. എന്തോ ഉദ്ദേശിച്ച് ചെയ്തതെന്നൊരു പിടിയില്ല കേട്ടോ. അത് അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒരുപാട് പൈസ ചിലവാക്കി ആ റൗണ്ട് അവിടെ ചെയ്തേക്കുന്ന കോട്ടയത്ത്. അത് മേൽക്കൂരയൊന്നുമില്ല, വെറുതെ റൗണ്ടായിട്ട് ചെയ്തേക്കുന്നു. എന്താണ് ഒരു സർക്കിൾ ഉദ്ദേശിച്ച് ചെയ്തതാണോ എന്തോ അറിയത്തില്ല അതിനെക്കുറിച്ച്. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞാണ്. അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടണേ. കോട്ടയത്ത് തന്നെ ഉള്ള ആൾക്കാർ എന്നെ അറിയാവുന്നവരൊക്കെ ഉണ്ടല്ലോ, അവരിതിനെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. നമുക്കറിയാത്തതുകൊണ്ടാണ്. എന്താണ് അതുകൊണ്ടുള്ള ഉപയോഗം എന്നറിയത്തില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. അല്ലാതൊന്നുമല്ല. അങ്ങനെ ഒരു സാധനം ചെയ്യുമ്പോൾ അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണുമല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലോട്ടാണ് നമ്മൾ പോകുന്നത്. മെഡിക്കൽ കോളേജ് എത്തി. വലിയ വലിയ കെട്ടിടങ്ങളും നീറ്റാണ് കേട്ടോ. കോട്ടയം മെഡിക്കൽ കോളേജൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ നീറ്റാണ്. ഡോക്ടർമാരായാലും നേഴ്സുമാരായാലും പരിസരമായാലും ബിൽഡിംഗ് ആയാലും എല്ലാം നല്ല നീറ്റായിട്ട് ഉള്ളതാണ്. നല്ല വൃത്തിയാണ്. പഴയതുപോലുള്ള ഇതല്ല ഹോസ്പിറ്റലിൽ. ഇപ്പോൾ ഡോക്ടർമാരും നേഴ്സുമാരും ഒക്കെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അവരോട് എന്തെങ്കിലും ചോദിച്ചാൽ അവർ ചാടിക്കടിക്കാനായിട്ടൊക്കെ വരുമായിരുന്നു. ഇപ്പോൾ വളരെ ഡീസൻ്റാണ്. എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുന്നത്. എന്ത് ചോദിച്ചാലും മറുപടി തരുന്ന രീതിയാണ്. നമ്മൾ ഒരു ക്യാൻസർ പേഷ്യൻ്റായിട്ട് വന്നതാണ്. രാവിലെ തന്നെ വന്നവരെ രാവിലെ കൊണ്ടുവിടാനായിട്ട്. മെഡിക്കൽ കോളേജിൽ എത്തി. തിരുവനന്തപുരത്തൊക്കെ ക്യാൻസർ പേഷ്യൻ്റുമായിട്ടൊക്കെ പോകുന്ന വലിയ പാടാണ് കേട്ടോ. അവിടെ ഒരുപാട് ഡിലേ ആണ്. എന്തെങ്കിലും കാര്യമൊക്കെ ചെയ്യണമെങ്കിൽ അവരെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലൊക്കെ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് കേട്ടോ. കോട്ടയത്ത് പിന്നെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടില്ല, എളുപ്പം തന്നെ അവർ ചെയ്യും. അപ്പോൾ അവരെ ഞാൻ വിട്ടിട്ട് നീ തിരിച്ച് പോരുവാണ്. തിരിച്ചിനി നാട്ടിലോട്ട് പോവുകയാണ്. നീ ചെന്നിട്ട് വേണം എനിക്ക് പിള്ളേർക്ക് ചോറുമൊക്കെ കൊണ്ടുപോകാനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം സമയം അവിടെ ചിലവഴിച്ചില്ല. പെട്ടെന്ന് തന്നെ തിരിച്ചു വരിക. ഒരു 12:30 ഒക്കെ ആയപ്പോഴത്തേക്ക് തിരിച്ചു വരുവാണ്.
അവിടെ എന്നെയും കാത്ത് 3 പിള്ളേരിങ്ങനെ ഇരിപ്പുണ്ട്. രാവിലെ ഞാൻ അവർക്ക് കഴിക്കാനുള്ളതൊക്കെ കൊടുത്തിട്ടാണ് പോയത്. ഇനി ഉച്ചയ്ക്ക് ചോറും കൊണ്ട് വരുന്നതും കാത്ത് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് നമ്മളെവിടെ പോയാലും പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. അവരെ ഒരു ഓർമ്മയുള്ളതുകൊണ്ടെങ്കിലും താമസിക്കാൻ നിൽക്കത്തില്ല, പെട്ടെന്ന് തന്നെ വരും. അതല്ല അങ്ങനെ വരാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മോനാരെങ്കിലുമായിട്ട് പോകും. ഇപ്പോൾ മോനും സ്കൂൾ തുറന്നു, അവനും സമയമില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ അവനാരെങ്കിലും സുഹൃത്തുക്കളെ വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു. ഇപ്പോൾ അവനും സമയമില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ അവർ സമ്മതിക്കത്തില്ല, അങ്ങോട്ട് കയറ്റത്തില്ല വേറെ ആരെയും. അപ്പോൾ അവനും ഇല്ല, സ്കൂൾ തുറന്നത് കൊണ്ട്. അതുകൊണ്ട് ഞാൻ തന്നെ വേണം. വേണ്ട ലുലു മാൾ തിരിച്ചു വന്നപ്പോഴും ലുലു മാളിൻ്റെ ഫ്രണ്ട് നമുക്കൊന്ന് വണ്ടിയിൽ തന്നെ ഇരുന്നൊന്ന് പിടിക്കാം. അത്ര വലിയ ഇതൊന്നും അല്ല കോട്ടയത്തെ ലുലു മാൾ, നല്ല കുറച്ച് ഏരിയ ഉണ്ട്.